இது நல்லா படிச்சு நல்ல மார்க் வாங்குற பிள்ளைய கொண்டு போய் கிளாஸ் விட்டு வெளியில நீ இல்ல அப்படின்னு சொல்ற மாதிரி ஒரு நிலைமையை தான் இங்க நாங்க பார்த்துட்டு இருப்போம். தொடர்ந்து எல்லா விதங்களிலுமே தமிழ்நாடு முன்னேறிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே, மக்களை பற்றி கவலைப்படக்கூடிய மாநிலமாக இருக்கக்கூடிய காரணத்தாலேயே, நாங்கள் தொடர்ந்து நல்லாட்சி செய்து கொண்டிருக்கக்கூடிய காரணத்தாலேயே நாங்கள் மிகப்பெரிய அளவிலே தொடர்ந்து பாதிக்கப்பட்டு கொண்டிருக்கிறோம், வஞ்சிக்கப்படுகிறோம். கேரளாவும் எங்க பக்கத்துல இருக்கக்கூடிய கேரளாவும் அதே பிரச்சனை தான். ஆமா, நீங்க ரெண்டு கையும் விரிச்சு காட்டுறீங்க, அதே நிலைமை தான். விரிச்சுட்டாங்க, கையை விரிச்சுட்டாங்க. സെൻട്രൽ യൂണിയൻ ഗവൺമെന്റ് നമ്മളെ பார்த்து കൈയെ വിരിക്കறாங்க. ആ കൈ ഇങ്ങനെ കാണിച്ച് കഥകളി കാണിച്ച ഒരാളെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. ആരാണെന്ന് വെച്ചാൽ നമ്മളുടെ തൃശ്ശൂരിൽ നിന്നും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റി ജയിപ്പിച്ചു വിട്ട സൂപ്പർ സ്റ്റാർ, ഇപ്പോൾ മെഗാ കോമഡി സ്റ്റാർ ആണ്. അപ്പം പാർലമെന്റിൽ നടന്ന ചർച്ച എന്താണെന്ന് വെച്ചാൽ ദുരിതബാധിതർക്ക് പൈസ അനുവദിക്കുന്നതിനെ കുറിച്ചായിരുന്നു. കേന്ദ്ര സർക്കാർ തമിഴ്നാടിനെയും കേരളത്തെയും ഒരേപോലെ ദുരിതബാധിതർക്ക് കാശ് കൊടുക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ തള്ളിക്കളയുന്നതിനെ ചോദ്യം ചെയ്തതാണ് തമിഴ്നാട് മന്ത്രി കനിമൊഴി. ഈ കനിമൊഴി അവിടെ സംസാരിക്കുമ്പോൾ തമിഴ്നാടിന് വേണ്ടി മാത്രമല്ല സംസാരിച്ചത്, കേരളത്തിനും കൂടി വേണ്ടിയാണ്. ആ കേരളത്തിന് വേണ്ടി സംസാരിച്ചപ്പോഴത്തേക്ക് നമ്മളുടെ കോമഡി സ്റ്റാറിന് പിടിച്ചില്ല. കോമഡി സ്റ്റാർ ഇങ്ങനെയൊക്കെ ആക്കി തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടല്ലോ, പുള്ളി ഇങ്ങനെ തലയാട്ടുന്നത്. തൃശ്ശൂരുകാർക്ക് ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല. വയനാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട്, അവർക്കിപ്പോഴും കഷ്ടപ്പാടാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വയനാട് ദുരിതബാധിതർക്ക് ഇതുവരെയും അവർക്ക് വേണ്ടത്ര അക്കോമഡേഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും വിഹിതം കിട്ടുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് അവിടെ കനിമൊഴി സംസാരിച്ചത്. തമിഴ്നാട്ടിലും ഇതേ അവസ്ഥയാണ്, ഇതേ ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള പ്രദേശമായ കേരളത്തിനും ഇതേ അവസ്ഥയാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ സുരേഷ് ഗോപിക്ക് പിടിച്ചില്ല. സുരേഷ് ഗോപി അപ്പോഴത്തേക്ക് അവരിന്നോടൊരു കോമാളിത്തര ആംഗ്യമെല്ലാം കാണിച്ചു തുടങ്ങി. തൃശ്ശൂരുകാരോട് പറയാനുള്ളത്, നമുക്ക് രാഷ്ട്രീയം പല വിധത്തിൽ, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയമില്ലെന്ന് പറയുന്നില്ല. BJP-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതൊക്കെ ഓരോ ട്രെൻഡിനനുസരിച്ച് അവിടെ നമ്മൾ വിജയിപ്പിച്ചു വിടും. നമുക്ക് നല്ലതാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇന്ന ആള് പോയാൽ നമുക്ക് വല്ലതും സാധിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെയാണ് കരുതുന്നത് ഈ ജയിപ്പിച്ചു വിടുന്നവരെ എല്ലായിടത്തുകളിലും. പക്ഷേ തൃശ്ശൂരുകാർക്ക് ഇതുപോലൊരു അബദ്ധം ജീവിതത്തിൽ പറ്റാനില്ല. ഇങ്ങനെ ഒരാളെയാണല്ലോ ജയിപ്പിച്ചു വിട്ടതെന്ന് ഉറപ്പായിട്ടും ഒരു 80% തൃശ്ശൂരുകാരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഒന്നും വേണ്ട, അവിടെ ആ സംസാരിക്കുമ്പോൾ അവിടെ മിണ്ടായിരുന്നാൽ മതി. കനിമൊഴി പറഞ്ഞത് കേരളത്തിനും കൂടി വേണ്ടിയാണ്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് ഒരുമാതിരി ആക്കുന്ന ആംഗ്യം കാണിക്കുമ്പോഴേ മനസ്സിലായത് കേരളക്കാരെ മൊത്തം കാണിച്ചതാണ്. കേരളത്തിലെ ജനങ്ങളെ മൊത്തം ആക്കുന്ന രീതിയിലാണ്. അങ്ങനെ ആക്കിയാണല്ലോ അവിടെ ജയിച്ചതും. 2-3 പ്രാവശ്യം നിന്ന് തോറ്റു കഴിഞ്ഞപ്പം തൃശ്ശൂരുകാർക്ക് തോന്നി, എന്നാ ഒന്ന് ഒരു വട്ടം ജയിപ്പിച്ച് വിട്ടേക്കാം, എങ്ങനെയെങ്കിലും ഈ ശല്യം അവിടെ എങ്ങനെ പോയി നിൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അവിടെ പോയിട്ടും കേരളത്തിന് മൊത്തം അവമാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന നമ്മുടെ കോമഡി സ്റ്റാറിനോട് പോയിട്ട് ചോദിക്കും, പത്രക്കാരോ അല്ലെങ്കിൽ മീഡിയക്കാരോ കേരളത്തിന് വേണ്ടി വിഹിതം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് സാറിന്റെ മുഖഭാവമൊക്കെ മാറുന്ന കാണണം. ഇപ്പോഴും ഒരു സിനിമ ലെവലിൽ നിന്ന് വെളിയിലോട്ട് വന്നിട്ടില്ല. അമിത്ഷാ ഇടയ്ക്ക് ഓടിച്ചു വിട്ടതാ, സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു പോയി. ഞാനെന്തോ വലിയ സംഭവമാണ്, എനിക്ക് സിനിമ കഴിഞ്ഞ എല്ലാം ഉള്ളൂ, സിനിമ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല, അതുകൊണ്ട് മന്ത്രിസ്ഥാനം വേണമെങ്കിലും ഞാൻ വലിച്ചെറിയും എന്നൊക്കെ വാചകം അടിച്ചിട്ട് അമിത്ഷായോട് പോയിട്ട് പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അമിത്ഷാ പറഞ്ഞു നിന്നെ ഞാൻ സിനിമയിൽ അഭിനയിപ്പിക്കാൻ എനിക്ക് പരിപാടിയില്ല, നിനക്ക് തന്ന ജോലി ഇവങ്ങ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നീട്ട് അറിഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേ പുള്ളിക്കാരനാകെ പ്രശ്നത്തിലായെന്ന് തോന്നുന്നു. പുള്ളി അല്പം ജീവിതത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, കാണുന്നിടത്തെല്ലാം അഭിനയമാണ്. ഈ അഭിനയിച്ച് അവസാനം ഈ അഭിനയം വിട്ട് വെളിയിലോട്ട് ഇറങ്ങാനും വയ്യ. അതുപോലെ മനസ്സിൽ കേരളത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയോട്, കേരളം ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, LDF-നോട് എല്ലാവർക്കും നീരസങ്ങളുണ്ട്, ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. LDF ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നല്ലതിനൊന്നും കെട്ടതെന്ന് നമ്മൾ പറയും. പക്ഷെ അത് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോമൺ ആയിട്ടൊരു ചർച്ച വരുമ്പോൾ നമ്മൾ അവിടെ പിന്താങ്ങുകയാണ് വേണ്ടത്. അതല്ല ചെയ്തത്. അവിടെ നിന്നുകൊണ്ട് എന്നെ ജയിപ്പിച്ചത് BJP ആയിട്ടാണല്ലോ ഞാൻ ജയിച്ചത്, BJP-കാരുടെ അക്കൗണ്ടിലാണല്ലോ ഞാൻ ജയിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ പോയി എനിക്ക് എന്ത് കോമാളിത്തരം കാണിക്കാന്നുള്ളൊരു വിചാരമായിരിക്കാം. എന്തുമായിക്കോട്ടെ, തൃശ്ശൂരുകാരോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റരുത്. പറ്റിയത് പറ്റി. ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും. ആ ഒരു അബദ്ധമാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ഇത്രയും കാലം ജയിച്ചിട്ട് ഇത്രയും ദിവസമായല്ലോ, അവിടുന്ന് എന്തൊക്കെയോ താങ്ങിക്കൊണ്ട് തരുമെന്നാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമയ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ,
കേരളത്തിന് വേണ്ടി ഇതുവരെയും സുരേഷ് ഗോപി ഒന്നും ചോദിച്ചിട്ടില്ലെന്ന്. എന്നിട്ട് ഇവിടെ വന്ന് ഇരുന്ന് തള്ളുന്നതോ, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടും, ഇത് കിട്ടും, ഞാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഞാനങ്ങ് വലിയ എന്തോ സംഭവമാക്കണം, കേന്ദ്രത്തിൽ നിന്ന് ഞാൻ അത് കൊണ്ടുവന്ന് ഇത് പണിയും, ഇത് കൊണ്ടുവന്ന് അത് പണിയും, എന്തൊക്കെ ആയിരുന്നു. എന്നിട്ട് വല്ലതും നടന്നോ? ഒന്നും നടന്നില്ല. വരുന്നു, ഒരു ഷോ കാണിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് സുരേഷ് ഗോപി ഇപ്പോൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തമ്പ്രാൻ ലെവൽ. പുള്ളി തമ്പ്രാനും ബാക്കിയുള്ളവരെല്ലാം അടിമകളും. അപ്പം ആ ഒരു ലെവലിലേക്ക് എത്തിച്ചതിൽ തൃശ്ശൂർക്കാർക്ക് എന്തായാലും ഒരു പങ്കുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റം പറയുമല്ല. ആരാണെങ്കിലും ഒരു വട്ടം ജയിപ്പിച്ച് വിട്ടുപോകും. അതുപോലാണ് ഞാൻ എടുക്കട്ടെ എന്ന് ഞാൻ ഇതൊന്നും എടുക്കുക എന്ന് പറഞ്ഞ അവസാനം ഇന്ന് ഒന്ന് എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞ് കൊടുത്തത്. ഇനി ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ ഇതുപോലുള്ള കുറേ പേരുണ്ട്. ഞാൻ ഇത്രയും പറയാൻ കാര്യം, നമുക്ക് കോമൺ ആയിട്ടൊരു ദുരിതം വരുമ്പോൾ അതിൽ പാർട്ടിയില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ആ ദുരിതബാധിതർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ, അവർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുവാണെങ്കിൽ അത് എവിടെ നിന്നാണെങ്കിലും എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കേരളം മൊത്തം ഒരുമിച്ച് നിന്നാണ് ആ ദുരിതത്തെ നേരിട്ടത്. ഏതെല്ലാം രീതിയിൽ വേണോ ആ എല്ലാ രീതികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്നത് വാങ്ങിച്ചെടുക്കാനല്ല നോക്കുന്നത്, അവിടെ പോയിട്ട് കളിയാക്കുകയാണ് ചെയ്യുന്നത്, കഥ കളിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സൂപ്പർ സ്റ്റാർ ആയിരിക്കാം നേരത്തെ, ഇപ്പം നല്ലൊരു ബെസ്റ്റ് കോമഡി സ്റ്റാറാണ്. കോമഡി സ്റ്റാറായി മാറി എന്ന് തന്നെ പറയാം ഈ സുരേഷ് ഗോപി അണ്ണൻ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഇനിയും പല ഇലക്ഷനുകളിലും വരും. ഇങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയുക. ഒരു സിനിമയിൽ അഭിനയിച്ച് കുറച്ച് പേരെടുത്തു, അല്ലെങ്കിൽ ഒരു പള്ളിയിൽ കൊണ്ടുപോയി ഇത് കൊടുത്തു, അമ്പലത്തിൽ കൊണ്ടുപോയി അത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആർക്കും നിങ്ങൾ വോട്ട് ചെയ്യാതിരിക്കുക. അർഹതപ്പെട്ടവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുക. അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ. നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരെ ജയിപ്പിച്ചു വിടുക. നിങ്ങളുടെ വീട്ടിലും ഒരു സംഭവം ഇതുപോലെ ഉണ്ടായി, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴേ നമുക്കിതിൻ്റെ കേടറിയത്തുള്ളൂ. അവനവന് നോവുമ്പോഴേ അവനവൻ്റെ വേദന അറിയൂ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ എന്തായാലും ഒന്ന് ഇരുത്തി ചിന്തിക്കുക. പറ്റിയതെല്ലാം പറ്റി, ഇനി അത് പറ്റാതിരിക്കട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.